ഈ ശബരിമലക്കുള്ള ഒരു 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 ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് തുടക്കം മുതൽ ഇത് കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും നമ്മൾ നല്ലവരെന്ന് കരുതുന്ന പലരും ടോപ്പ് ക്ലാസ്സിലുള്ള ടോപ്പ് ബ്രാൻഡായ പലരും ഇതിനകത്ത് പ്രതിയായിട്ട് വരും എന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. കാരണം മന്ത്രിമാരൊക്കെ കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പലരും അതിന്ന് തങ്ങൾക്ക് അതിനകത്തൊന്നും പങ്കില്ല എന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തികമായ വരുമാനങ്ങൾ, ബിനാമിയായിട്ടുള്ള കാറുകൾ, ബിനാമിയായിട്ടുള്ള അവരുടെ ബിൽഡിങ്ങുകൾ, അവരുടെ വിദേശയാത്രകൾ, അവർ കുടുംബസമേതം എവിടെയൊക്കെ ഇന്ത്യയിലും വിദേശത്തുമായി നടത്തിയ യാത്രകൾ, അതിനുള്ള ചെലവുകൾ, അതൊക്കെ എങ്ങനെ മീറ്റ് ചെയ്തു എന്ന് ഇ ഡി കണ്ടെത്തും എന്നുള്ള സംശയം വേണ്ട. അതുകൊണ്ട് ഇ ഡിയുടെ പ്രോസിക്യൂഷന് ഇവരെല്ലാവരും വിധേയമാകും. അവരെല്ലാവരും ഇ ഡി അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം ഇന്നെത്തി നിൽക്കുന്നത് ഹൈക്കോടതി തന്നെ നടത്തിയ നിരീക്ഷണം പോലെ പണ്ടോറയുടെ പെട്ടി തുറന്ന അവസ്ഥയിലാണ്. ഓരോരോ കണ്ടെത്തലുകളുമായി നടത്തിയ അന്വേഷണങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് സംഘടിതമായി ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിച്ചുവെന്ന നിരീക്ഷണത്തിലാണ്. VSCയിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ പരിശോധനാ ഫലം കൂടി വന്നത് കോടതിയുടെ അനുമാനങ്ങൾക്ക് ശാസ്ത്രീയ സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തങ്ങൾ തുടക്കത്തിൽ ഉന്നയിച്ച ആശങ്കകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടെന്ന നിഗമനത്തിലേക്ക് കോടതി കൂടി എത്തിയിരിക്കുകയാണ്. 1998ലെയും 2019ലെയും സ്വർണ്ണപ്പാളികൾ തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് എന്നാണ് രാസപരിശോധനാ ഫലം തെളിയിക്കുന്നത്. ഇക്കാര്യം രാസപരിശോധനാ ഫലം ഉദ്ധരിച്ച് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിവിദഗ്ധമായി വ്യവസ്ഥാപിതമായ കുറ്റകൃത്യമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നും കോടതി നിരീക്ഷിക്കുന്നു. വിശദമായ, സമഗ്രവും ആഴത്തിലുള്ളതുമായ അന്വേഷണത്തിലൂടെ അല്ലാതെ ഈ തട്ടിപ്പുകളുടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാനാകില്ല. അതുകൊണ്ട് തന്നെ VSCയിലെ രാസപരിശോധനാ റിപ്പോർട്ട് കേന്ദ്രമാക്കി വിപുലമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടെ 2024ലും 2025ലും നടന്നിരിക്കുന്ന ഇടപാടുകളും SITയുടെ അന്വേഷണ പരിധിയിൽ വരും. അങ്ങനെ വന്നാൽ കൂടുതൽ അറസ്റ്റുകൾ ഇനിയും നടന്നേക്കും. ഇത് CPMനും സർക്കാരിനും വലിയ തലവേദനയാണ്. കാരണം 2024-25 വർഷങ്ങളിലെ ക്രമക്കേടുകൾ എന്ന് പറയുന്നത് PS പ്രശാന്തിൻ്റെ ദേവസ്വം ഭരണകാലത്താണ്. ഇത് അന്വേഷണം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇപ്പോഴത്തെ മന്ത്രി VN വാസവനിലേക്കും നീളാൻ കാരണമായേക്കും. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ തന്നെ സംശയ നിഴലിലാണ്. അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് VSCയിലെ രാസപരിശോധനാ ഫലത്തിലുള്ളത്. 1998ൽ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞപ്പോൾ ഉപയോഗിച്ച സ്വർണത്തിന്റെ അളവെത്ര, 2019ൽ പൂശാൻ ഉപയോഗിച്ച സ്വർണത്തിന്റെ അളവെത്ര, നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ മാറ്റിയാണോ സ്വർണം പൂശിയത് എന്നീ കാര്യങ്ങളാണ് VSCയിൽ പരിശോധനാ വിധേയമാക്കിയത്. ഇതിൽ യഥാർത്ഥ സ്വർണ്ണപ്പാളിയിൽ നിക്കൽ, ആക്രിലിക് പോളിമർ എന്നിവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് 2019ൽ സ്വർണം പൂശിയ പാളിയിൽ ഈ രണ്ട് ഘടകങ്ങളും കണ്ടെത്തി. ഒപ്പം മെർക്കുറിയുടെ അസാന്നിധ്യവും കോടതി ചൂണ്ടിക്കാട്ടി. അതിനർത്ഥം അതിവിദഗ്ധമായ രീതിയിൽ യഥാർത്ഥ പാളിയിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്തു എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. അതുമാത്രമല്ല, മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കാമെന്ന അനുമാനത്തിലേക്ക് കൂടി ഇത് എത്തിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള നടത്തിയ മാർഗം, രീതി എന്നിവ സംഘടിത ക്രിമിനൽ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സാധ്യതകൾ കൂടി SITയുടെ ഇനിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ടി വരും. ശബരിമലയിലെ അഷ്ടദിക്പാലക ശില്പങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് SIT കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് കൂടുതൽ സാക്ഷികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തണം. പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിച്ചതിനെക്കുറിച്ചുള്ള പരിശോധനകളും നടക്കുന്നതായി SIT വ്യക്തമാക്കുന്നു. അന്വേഷണത്തിൽ ഇതുവരെ ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറെ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ബോധ്യമാകുന്നത് എന്ന് കോടതിയും നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ശാസ്ത്രീയ തെളിവുകളടക്കം ഉൾപ്പെടുത്തി വളരെ വിപുലമായ അന്വേഷണം തന്നെ നടത്തിയാൽ മാത്രമേ ശബരിമലയിൽ നടന്ന കൊള്ളയുടെ ആഴം ബോധ്യമാകുകയുള്ളൂവെന്നാണ് കോടതി പറഞ്ഞത്. ഈ പരാമർശത്തിനിടയിലാണ് പണ്ടോറയുടെ പെട്ടി തുറന്നതുപോലെയെന്ന് ശബരിമല സ്വർണ്ണ കവർച്ചയെ കോടതി വിശേഷിപ്പിച്ചത്. ഭഗവാന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടവർ തന്നെ ഗൂഢാലോചന നടത്തി സംഘടിതമായ കൊള്ള നടത്തിയെന്നാണ് കോടതി പറയുന്നത്. ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിലെ വിശദ വിവരങ്ങൾ വിദഗ്ധരുടെ സഹായത്തോടെ കൂടുതലായി പരിശോധിക്കാനും കോടതി നിർദ്ദേശിച്ചു.
ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അന്വേഷണത്തെ സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ട് തന്നെ SIT തലവൻ H. വെങ്കിടേഷും അന്വേഷണ ഉദ്യോഗസ്ഥനായ S. ശശിധരനും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിൽ 16 പ്രതികൾ ഉണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. സാക്ഷിമൊഴികൾ, രേഖകൾ, മറ്റ് തെളിവുകൾ എന്നിവ അടിസ്ഥാനമാക്കി ഇതുവരെ 11 പേർ അറസ്റ്റിലായതായി അന്വേഷണ സംഘം പറയുന്നു. കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിൽ 13 പ്രതികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 11 പേരെയും അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് 2 പേരുടെയും പങ്കാളിത്തം കൂടി പരിശോധിച്ചു വരികയാണ്. വൈകാതെ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. അത് ഇനി സർക്കാരുമായോ CPM-മായോ ഉന്നത ബന്ധമുള്ള ആരെങ്കിലും ആയിരിക്കുമോ എന്ന ആശങ്ക സർക്കാരിനും CPM-നുമുണ്ട്. ഇതുവരെ 202 പേരുടെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയതായും ചില പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായും സമഗ്ര അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. 2017 പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിച്ചതിനെക്കുറിച്ചും സമഗ്ര റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. റിപ്പോർട്ടിന്റെ ഭാഗത്ത് അടുത്തിടെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ വാജിവാഹന വിവാദവും പരാമർശിക്കുന്നുണ്ട്. അന്ന് കൊടിമരം മാറ്റിയപ്പോൾ പഴയതിൽ ഉണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒരംഗവും ചേർന്നാണ് കൈമാറിയത്. ഇക്കാര്യവും പിന്നീട് നടത്തിയ പരിശോധനയിൽ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെടുത്തതും SIT കോടതിയെ അറിയിച്ചു. പുറത്ത് സ്വർണം പൂശി പഞ്ചലോഹത്തിൽ നിർമ്മിച്ചിട്ടുള്ള വാജിവാഹനത്തിൽ 10.68 കിലോ തൂക്കമുണ്ട് എന്നും SIT വ്യക്തമാക്കിയിരുന്നു. അന്ന് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനും കോൺഗ്രസ് നേതാവ് അജയ് തറയിലുമായിരുന്നു. ഇക്കാര്യവും ഇപ്പോൾ SITയുടെ അന്വേഷണ പരിധിയിലുണ്ട്. ഇത് കോൺഗ്രസിനും UDF-നും തലവേദനയുമാണ്. അതിന്റെ കേസിൽ പ്രതികളായവരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായി റെയ്ഡ് നടത്തി. കേസിലെ പ്രധാന പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വീട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, N. വാസുവിന്റെ വീട് എന്നിവിടങ്ങളിൽ അടക്കമാണ് റെയ്ഡ് നടന്നത്. അതോടൊപ്പം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ വീട്, ഭണ്ഡാരിയുടെ സ്ഥാപനം, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ വീട് എന്നിവിടങ്ങളിലെല്ലാം റെയ്ഡ് നടന്നിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലായി ആകെ 21 സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ് നടന്നത്. രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള ED ഉദ്യോഗസ്ഥരാണ് റെയ്ഡിനായി എത്തിയത്. നേരത്തെ SIT പരിശോധന നടത്തിയതിനാൽ ഇതിൽ പല സ്ഥലങ്ങളിലും എന്തെങ്കിലും രേഖകൾ കണ്ടെത്താനാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. എന്നാൽ കേസിൽ ECR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ സ്വത്തുക്കൾ അടക്കം EDക്ക് പിടിച്ചെടുക്കാൻ അധികാരമുണ്ട്. കേസിൽ പ്രതികളല്ലാത്തവരുടെ വീട്ടിലേക്കും റെയ്ഡ് നടന്നേക്കുമെന്നും വിവരം വരുന്നുണ്ട്. കള്ളപ്പണ ഇടപാടുകൾ, പ്രതികളുടെ സാമ്പത്തിക കൈമാറ്റ വിവരങ്ങൾ എന്നിവ പരിശോധിച്ചു. അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ റെയ്ഡുകളെല്ലാം നടന്നത്. എന്തായാലും CPM-നെയും സർക്കാരിനെയും ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു ഈ EDയുടെ റെയ്ഡ്. ഇപ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ ഞെട്ടി തന്നെ ഇരിക്കുകയാണ്. കാരണം ഇനി ഏത് രീതിയിൽ അന്വേഷണം പോകും, ആരൊക്കെ അന്വേഷണ നിഴലിലാകും, ആരെയൊക്കെയാണ് ഇനി SIT പിടിച്ചുകൊണ്ടുപോകുന്നത്, ഇതെല്ലാം ഓർത്ത് CPM ഏറെ അങ്കലാപ്പിലാണ്. ഇനിയും 5 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് എന്നാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ നിഗമനം. ആ വിവരങ്ങൾ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതി കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. കാരണം ഹൈക്കോടതിക്ക് തൃപ്തിയായി ഈ കേസിൻ്റെ അന്വേഷണത്തിൽ. കാരണം ഇതിനകത്ത് ഹൈക്കോടതി ആദ്യം മുതലേ ഹൈക്കോടതി കരുതിയിരുന്ന ചില നിഗമനങ്ങളുണ്ടായിരുന്നു. അത് നിഗമനങ്ങളെല്ലാം 100% സത്യസന്ധമാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം SITയുടെ വർക്ക് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് നീണ്ടു കഴിഞ്ഞപ്പം കള്ളന്മാരാരൊക്കെയാണെന്ന് മനസ്സിലായി. ഏകദേശം 13 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ധാരാളം കള്ളന്മാരെ അറസ്റ്റ് ചെയ്യാനുണ്ട്. SIT വിട്ടുപോയതോ അല്ലെങ്കിൽ SIT കാണാത്തതുമായ ചില രേഖകളുടെ ഈ ഫൈനാൻഷ്യൽ കാര്യത്തിൽ ED കണ്ടെടുക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ആ പണത്തിൻ്റെ വ്യാപാരം ഏതൊക്കെ മേഖലയിൽ കൂടെ പോയി എന്നാണ് ED കൂടുതലായിട്ടും അന്വേഷിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള സംരംഭങ്ങൾ അത് പണം മോഷ്ടിക്കുന്നവർ ശ്രദ്ധിച്ചോണം. അത് ശാശ്വതമായി നിങ്ങൾക്ക് ലഭിക്കില്ല, എന്നെങ്കിലും പിടിക്കപ്പെടും. സർക്കാരിൻ്റെ പണം മോഷ്ടിക്കുന്നവരും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ പല സ്ഥലത്തിരുന്ന് മോഷ്ടിക്കുന്നവരും ധാരാളം മലയാളികളുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ അന്വേഷണം EDയുടെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനാണ് ശബരിമല കേസ് SIT ആണ് അന്വേഷിക്കുന്നെങ്കിലും തുടക്കം മുതലേ ED അതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് രംഗത്ത് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. FIR പോലും അവർക്ക് ലഭിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കൊല്ലം വിജിലൻസ് കോടതി ആ FIR മറ്റും കൊടുക്കുകയും ചെയ്തു. അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. EDയുടെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. കാരണം ഇതിനകത്ത് എത്രമാത്രം പണം വന്നു ചേർന്നിട്ടുണ്ട്, അത് ആരിലേക്ക് പോയി,
അതിനകത്ത് ഏതെങ്കിലും സ്ഥാപനത്തിന് പോയിട്ടുണ്ടോ എന്നും ഇ ഡി നോക്കുന്നുണ്ട്. കാരണം ഏകദേശം ഒരു 100 കിലോ സ്വർണം വന്നുപോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 45 കിലോ ആ ശബരിമലയിലെ 98-99 തന്നെ വിജയമല്യയുടെ ആ ഗ്രൂപ്പ് കൊടുത്തതാണ്. അവിടെ മുതൽ കണക്ക് തെറ്റിയാണ് പോകുന്നത്. അത് മോഷണത്തിൻ്റെ സ്വഭാവമുള്ള ആ ജീവനക്കാരായതുകൊണ്ടാണ് കണക്ക് ആദ്യം മുതൽ തെറ്റിച്ച് കൊണ്ടുപോകുന്നത്. 98 മുതൽ ഈ കേസിൻ്റെ തട്ടിപ്പ് നടക്കുന്നുവെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഇപ്പോൾ ഹൈക്കോടതി അതിൻ്റെ പീരീഡ് നിശ്ചയിച്ചിരിക്കുന്നു. 98 മുതൽ 2025 വരെ. അതിനകത്ത് പ്രശാന്തിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം ഇനി SITയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. പ്രശാന്തിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഈ ശബരിമലക്കുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് തുടക്കം മുതൽ ഇത് കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും നമ്മൾ നല്ലവരെന്ന് കരുതുന്ന പലരും ടോപ്പ് ക്ലാസ്സിലുള്ള ടോപ്പ് ബ്രാൻഡായ പലരും ഇതിനകത്ത് പ്രതിയായിട്ട് വരും എന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. കാരണം മന്ത്രിമാരൊക്കെ കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പലരും അതിന്ന് തങ്ങൾക്ക് അതിനകത്തൊന്നും പങ്കില്ല എന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തികമായ വരുമാനങ്ങൾ, ബിനാമിയായിട്ടുള്ള കാറുകൾ, ബിനാമിയായിട്ടുള്ള അവരുടെ ബിൽഡിങ്ങുകൾ, അവരുടെ വിദേശയാത്രകൾ, അവർ കുടുംബസമേതം എവിടെയൊക്കെ ഇന്ത്യയിലും വിദേശത്തുമായി നടത്തിയ യാത്രകൾ, അതിനുള്ള ചെലവുകൾ, അതൊക്കെ എങ്ങനെ മീറ്റ് ചെയ്തു എന്ന് ഇ ഡി കണ്ടെത്തും എന്നുള്ള കാര്യം സംശയം വേണ്ട. അതുകൊണ്ട് ഇ ഡിയുടെ പ്രോസിക്യൂഷന് ഇവരെല്ലാവരും വിധേയമാകും. അവരെല്ലാവരും ഇ ഡി അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.